സ്കൂളൊക്കെ തുറക്കല്ലേ? കുറച്ച് ഹീലിംഗ് ടിപ്സ് ആയാലോ ഫോർ പാരൻറ്റ്സ്? ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ബി ജെൻറ്റിൽ വിത്ത് യുവർ സെൽഫ് എന്നുള്ളതാണ്. വൈ? ബിക്കോസ് ഈ ഒരു സ്കൂളൊക്കെ തുറക്കുന്നതിൻ്റെ ടെൻഷനിലും വെപ്രാളത്തിലൊക്കെ പലപ്പോഴും പേരൻസ് ഭയങ്കര പെർഫെക്റ്റ് ആവാനായിട്ട് ശ്രമിക്കും. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പ്രസൻസാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് അത്യാവശ്യമാണ് നമ്മുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും പേരൻസ് ഈ പെർഫെക്റ്റ് ആവുന്നതിൻ്റെ ബഹളത്തിനിടയിൽ നമ്മുടെ പ്രസൻസ് അവർക്ക് കൊടുക്കാനായിട്ട് വിട്ടുപോകാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിസൺ മോർ ആൻഡ് ജഡ്ജ് ലെസ് എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറില്ല. നമ്മൾ ഈ ഒരു സ്കൂൾ തുറക്കുമ്പോൾ മറ്റ് കാര്യങ്ങളിലൊക്കെ നമ്മളങ്ങ് ഇതായി പോകാറുണ്ട്. കുട്ടികളുടെ മനസ്സിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദേ ഓപ്പൺ അപ്പ് വെൻ ദേ ഫീൽ സേഫ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹീൽ യുവർ പാസ്റ്റ് ടു പ്രൊട്ടക്ട് ദെയർ ഫ്യൂച്ചർ എന്നാണ്. നമ്മുടെ പാസ്റ്റിലെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ നമ്മൾ പാസ്റ്റിൽ അനുഭവിച്ചതുമെല്ലാം കൊണ്ടുവന്ന് കുട്ടികളുടെ ലൈഫിലേക്ക് ഇമ്പോസ് ചെയ്യാതിരിക്കുക. ആ ഒരു സൈക്കിൾ അവിടെ തന്നെ തീരട്ടെ. അത് കൊണ്ടുവന്ന് പുതിയ ജനറേഷനിലേക്ക് നമ്മൾ ഇമ്പോസ് ചെയ്യാതെ ഇരിക്കുക. കാരണം ഇതൊരു പുതിയ ജനറേഷനാണ്, അവരുടെ കാര്യങ്ങൾ വളരെ ഡിഫറെൻ്റ് ആണ്. സോ അതിനെ ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കണക്ഷൻ ഓവർ കറക്ഷനാണ്. നമ്മൾ ആദ്യം ഒരാളോട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക, പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാം. മിസ്റ്റേക്സ് എല്ലാവർക്കും സംഭവിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, ലവ് ടീച്ചേഴ്സ് ബെറ്റർ ദാൻ ഫിയർ എവർ ക്യാൻ? അതൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരോട് സ്നേഹമായിട്ട് സംസാരിച്ച് പറയുന്ന കാര്യങ്ങൾ പേടിപ്പിച്ച് പറയുന്ന കാര്യങ്ങളെക്കാട്ടിലും എഫക്റ്റീവ് ആയിരിക്കും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സെലിബ്രേറ്റ് എഫേർട്സ് നോട്ട് ജസ്റ്റ് റിസൾട്ട്സ്. എ സ്മോൾ വിൻ ടുഡേ മേ ബിൽഡ് ദെയർ കോൺഫിഡൻസ് ഫോർ ലൈഫ്. അപ്പോൾ ഈ ഗ്രേഡ്സിലൊന്നും അല്ല കുട്ടികളുടെ സക്സസ്, വിജയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് പീസ്, പ്രോഗ്രസ് ആൻഡ് ഗ്രോത്ത് അല്ലേ. ഇതിനകത്തെല്ലാമാണ് ആ കുട്ടികളുടെ വിജയം എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അവരുടെ എഫേർട്സിനെ നമ്മൾ ഓരോ ചെറിയ എഫേർട്ടിനെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകാതിരിക്കും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹീൽ യുവർ സെൽഫ് so that your child can live in a very safe place and they will have more strength than silent pain.